ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ബെഹ്റൻ സ്ക്രാപ്പ് യാർഡ്, അതായത് വണ്ടികളുടെ സെക്കൻഡ് ഹാൻഡ് പാർട്ട് കിട്ടുന്ന ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന് നമുക്ക് ഈ വണ്ടികളുടെ, അതിപ്പോൾ ബെൻസ് ആയിക്കോട്ടെ, ലോക്കൽ ഏതെങ്കിലും വണ്ടികളായിക്കോട്ടെ, ഏത് ഹൈ ക്ലാസ് വണ്ടിയുടെ ആയാലും ഏത് പാർട്ടും നമുക്ക് അവിടെ കിട്ടും. അതെന്താ പറയുക, ചെറിയൊരു ബാൽ ട്യൂബ് തൊട്ട് വണ്ടിയുടെ എൻജിൻ വരെ അവിടെ നമുക്ക് കിട്ടും. കമ്പയർ ടു ഒറിജിനൽ പ്രൈസ് ആകുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ വണ്ടിയുടെ ഡിക്കിയുടെ ഒരു ലോക്ക് നോക്കാനായിരുന്നു. അപ്പോൾ എറൗണ്ട് ഞാനത് അന്വേഷിച്ചപ്പോൾ എറൗണ്ട് 60 BD ഒക്കെയാണ് പറഞ്ഞത് ഒറിജിനൽ പുതിയതിന് വേണ്ടി. നമുക്ക് സ്ക്രാപ്പ് ചെന്ന് നോക്കാം നമുക്കത് എത്രയും കിട്ടുമെന്ന്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആൽബോ റൗണ്ട് ബോട്ടിനെ കഴിഞ്ഞിട്ടാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് സ്ക്രാപ്പ്. ആ പ്രദേശത്ത് പരന്ന് കിടക്കുകയാണ്. ഇത് എന്താ പറയുക, ഒരു കട പോലെ ഒറ്റ സ്ക്രാപ്പല്ല കേട്ടോ, പല പല സ്ക്രാപ്പുകളാണ്. അപ്പോൾ ചില സ്ഥലത്ത് വണ്ടികളുടെ ഉണ്ട്, ചില സ്ഥലത്ത് അല്ലാണ്ടുള്ള ആക്രി സാധനങ്ങളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സ്ക്രാപ്പുകൾ അവിടെ ഉണ്ട്. ഇത് ബെഹ്റിൻ്റെ വേറൊരു മുഖമെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, സിറ്റിയിലെ ബിൽഡിങ്ങും കാര്യങ്ങളും ഇല്ലാണ്ട് ഒരു ഒറ്റപ്പെട്ട പ്രദേശം. ഇവിടുത്തെ റോഡുകളായിക്കോട്ടെ, എന്താ പറയുക, ഈ സ്ഥലങ്ങളായിക്കോട്ടെ, ഒരു മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിറച്ചു റിഫൈനറികളുടെ പൈപ്പുകളും കാര്യങ്ങളുമാണ് അവിടെ കാണുന്നത്. ഏറ്റവും ബുദ്ധിമുട്ട് ഇവിടെ വരുന്നതിന് ഏറ്റവും ബുദ്ധിമുട്ട് ഇവിടുത്തെ എന്താ പറയുക, റോഡുകളാണ്. എൻ്റെ വണ്ടി ഓൾറെഡി ഒന്ന് പഞ്ചറായി. ഇപ്പോൾ കണ്ട പോലത്തെ പല വാനുകളും കാര്യങ്ങളും പഴയ മോഡലുള്ള വണ്ടികളും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു ടാങ്കർ കിടക്കുന്നുണ്ടോ, ബെൻസിൻ്റെ അത്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ സ്ക്രാപ്പിൻ്റെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചുറ്റി വളഞ്ഞ് അകത്തോട്ട് കുറേ പോകാനുണ്ട്. ഇത് ഓയിൽ റിഫൈനറിയുടെ എന്താ പറയുക, എന്തോ ഒരു ഇതാണിത്. ഈ വണ്ടികൾ കൂട്ടിയിട്ട് നോക്കി നമ്മൾ ചില തെലുങ്ക് പടത്തിലൊക്കെ എന്താ പറയുക, സ്റ്റണ്ട് സീനൊക്കെ വേണ്ടി കൂട്ടിയിടൂല്ലേ, അതുപോലെ കൂട്ടിയിട്ടിപ്പോൾ വണ്ടിയുടെ എന്താ പറയുക, കിഡ്നിയും കരളും എല്ലാം എടുത്തിട്ട് ഒന്നുമില്ല, ബോഡി മാത്രമേ ഉള്ളൂ. അകത്തോട്ടൊക്കെ കയറിയിട്ടുണ്ടെങ്കിലേ ഇത് വണ്ടിയാണെന്ന് തന്നെ മനസ്സിലാവില്ല. ഇത് സ്ക്രാപ്പിന് പുറത്ത് അവരെടുത്തിട്ട് വരുന്നതാണ് കേട്ടോ. ഇനി ഇത് എടുത്ത് എന്താ പറയുക, ക്രഷ് ചെയ്യും, മറ്റേ റീസൈക്കിൾ ചെയ്യും. വണ്ടികളിലൊക്കെ മാതിരണ്ട. ഞങ്ങളിപ്പോൾ ഒരു സ്ക്രാപ്പിനകത്തോടെ ഇങ്ങനെ കയറിയതാണ്ട. നോക്കി വണ്ടികൾ എടുക്കണത്, ഏത് വണ്ടി ഏത് കമ്പനിൻ്റെ വണ്ടിയാണെന്ന് അറിയാൻ പറ്റില്ല. ഏതൊരു BMW ആണ്. BMWൻ്റെ ലോഗുണ്ട്. പെട്ടിട്ടിട നോക്കാമെന്നാണ് പറഞ്ഞത്. ഇത് എനിക്കൊന്ന് യാരിസ് ആണോ, നിസാൻ സണ്ണിയാണോ. കൊടുക്കുന്ന വെയില, അതാ രാവിലെ തന്നെ വന്നത്, എന്നിട്ട് ഇത്ര വെയില. ഇത് ഒറ്റ സ്ക്രാപ്പിലുള്ള സാധനങ്ങളാണ്ട. ഫോർഡിൻ്റെ വണ്ടിയുണ്ട്. ഇതിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന സ്ക്രാപ്പാണല്ലോ. എൻ്റെ വണ്ടിയുടെ എല്ലാ പാർട്ടുകളും നമുക്ക് ഇവിടുന്ന് കിട്ടാറുണ്ട്. ഇപ്പോൾ നിസാൻ ടിഡ ഹാഷ് ബാക്ക് 2 വണ്ടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പോയി നോക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ ഒരു വണ്ടിയുടെ ലോക്ക് ഉണ്ടായിരുന്നില്ല, മറ്റു വണ്ടിയുടെ ലോക്ക് ഓൾറെഡി അത് അഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ആക്സിഡൻറ്റ് പറ്റി ഡാമേജായി കിടക്കുക. അപ്പോൾ നമ്മൾ അതെടുത്തിട്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല. നമുക്ക് ഇനി അടുത്ത സ്ക്രാപ്പിലോട്ട് പോയി നോക്കാം. ഇവിടെ വണ്ടികളുടെ സാധനം അവരഴിച്ച് റെഡിയാക്കി വെക്കൊന്നുമില്ല. നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം അവർ വണ്ടിയിൽ നിന്ന് അയച്ചു തരും. ഇവിടെ വരുന്ന വണ്ടികളെല്ലാം മേജർ ആക്സിഡൻറ്റ് പറ്റി ഉപയോഗിക്കാൻ പറ്റാത്ത വണ്ടികൾ, ക്യാൻസലായ വണ്ടികളും അതുപോലെ തന്നെ പേപ്പർ വർക്ക് റിലേറ്റഡ് എന്തെങ്കിലും ഡാമേജ് വന്ന വണ്ടികളുമാണ് ഇവിടെ കൂടുതലായിട്ടും വരുന്നത്. ഇവർ നമുക്ക് ഈച്ച് ആൻഡ് എവരി പാർട്ട് എന്താ പറയുക, ഇവിടുന്ന് അവരെ ചെറിയ ചെറിയ പാർട്ടുകളായി ഊരിയെടുത്ത് നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് റേറ്റ് എടുക്കാവുന്നതാണ്. ചില സ്ഥലത്ത് നല്ല റേറ്റ് പറയും, ചില സ്ഥലത്ത് അവർ നമുക്ക് പറ്റാവുന്ന റേറ്റ് പറയും. അപ്പം നമുക്കത് നെഗോഷ്യബിളാണ്.
നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കേണ്ടി വരും. ഇപ്പോൾ കിടക്കുന്ന വാൻ കണ്ടോ, ആ വാൻ റണ്ണിങ് കണ്ടീഷനാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അത് സ്ക്രാപ്പിൽ വണ്ടികൾ വലിച്ചു കൊണ്ടുപോകാനായിട്ട് അവരുപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. ഇതുപോലെയൊക്കെ എനിക്ക് വണ്ടി വരുന്നത്. ഇതിപ്പോൾ ഇതിനകത്തൊന്നും അഴിച്ചിട്ടില്ല, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ വണ്ടിയുടെ കോലം മറ്റു വണ്ടികളെ പോലെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ പാർട്സുകളും എല്ലാം വലിച്ചു കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന ക്രെയിനുള്ള വണ്ടിയാണ് കേട്ടോ അത്. ഈ സാധനം മേടിക്കാനാണ് ഞാൻ കാലത്തോട്ട് വന്നത്. ഇതിപ്പോഴാണ് കിട്ടിയത്. ഇതുപോലത്തെ ഒരു 15 സ്ഥലത്ത് കയറിയിട്ടുണ്ട്. വെയിൽ നോക്കിയേ. ഇതിന് 20 ദിനാർ പറഞ്ഞു, ഒരു 13 ദിനാറിന് കിട്ടി. പോട്ടെ, വീഡിയോ എടുക്കാനുള്ള ഹെൽപ്പില്ല. അപ്പോൾ സ്ക്രാപ്പ് കിട്ടി. ഈ സ്ക്രാപ്പിൽ കിട്ടിയെന്നല്ല, സാധനം കിട്ടി, ലോക്ക് കിട്ടി. അപ്പോൾ നമ്മൾ തിരിച്ചു പോയത് അകത്തൊരു കയറി പിന്നെ തിരിച്ചിറങ്ങാനുണ്ട്. റോഡ് ഇല്ലാത്ത കാരണേ വണ്ടി പഞ്ചറായെന്ന് സംശയമുണ്ട്. ഏത് കുറവാണ്. വർഷോട്ടിലോട്ടാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അപേക്ഷിച്ച് ഇതൊരു ചെറിയ കയറ്റം എടുക്കോളും. പക്ഷേ ഇവിടെ ഇത് ഒറ്റക്കുത്തനായ കയറ്റമാണ്. ഇവിടെ ഓയിൽ കമ്പനികളുടെയൊക്കെ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. ഇങ്ങനെ കയറ്റം കയറേണ്ട, കയറ്റം കയറി തുടങ്ങിയിട്ടില്ല. വേണ്ട, എനിക്കതാണ് ബഹ്റിനിൽ ഏറ്റവും കുത്തനായ കയറ്റം ഇതാണെന്ന് തോന്നുന്നു. ബ്രിഡ്ജുകളുണ്ട്, അല്ലാണ്ട് തോന്നുന്നു സിംഗിൾ വരി പാതയുമാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ്, ഇപ്പം കാണുന്നില്ല, ഈ പൈപ്പുകളൊക്കെ കാരണം. വേണ്ട, പൈപ്പുകളൊക്കെ ഉണ്ടോ? ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ആൽബ. എനിക്ക് തോന്നുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ കൂടുതൽ അലുമിനിയം ഉൽപ്പാദിപ്പിക്കുന്നത് ആൽബയിലാണെന്ന് തോന്നുന്നു. അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ഒന്നും അറിയില്ല. എൻ്റെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ മലയാളി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി വീഡിയോ പിടിച്ചാൽ പോലീസ് ഓടിക്കും. മാറ്റട്ടെ, ചെക്ക് പോയിന്റ്. എൻ്റെ അടുത്ത് കാണാൻ പറ്റുന്നത് വെൽക്കം ടു ആൽബ ബോർഡ് കണ്ടില്ലേ? ഇത് മൊത്തം ലൈറ്റ് വന്നത് നല്ല ലുക്കാണ്, ഫുള്ള് ലൈറ്റായിട്ട്. ഇപ്പം പണ്ടാറ വെയിലാണ്, ഒടുക്കത്തെ ചൂടാണ്. ഞാൻ അറൗണ്ട് 40+ ആയിരുന്നു ഇപ്പം തന്നെ. രാവിലെ 10 മണി സമയമായിട്ടുള്ളത്. അത് ആലപ്പുഴ തന്നെയാണ് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഐഡിയ ഇല്ല അതെന്താണെന്ന്. ആ ഫ്രണ്ട് കാണുന്നത് റോഡിന് അപ്പുറത്തെ സൈഡാണ്. പക്ഷേ ഇതിൻ്റെ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഡേഞ്ചർ സംഭവം. അലുമിനിയം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി. ശരി, ഞാൻ ഡ്രൈവർ നോക്കട്ടെ. കമ്പനി അല്ലേ ഇതാണ്. ഈ ലൈറ്റ് ഇട്ട ആൽഫിനേക്കാളും കൂടുതൽ സെറ്റ്. ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചേക്കുന്നതാണ്. വണ്ടിയിൽ സിഗ്നലിൽ കിടക്കണ ജസ്റ്റ് കാണിച്ചാണല്ലോ. നൈറ്റൊക്കെ നല്ല വ്യൂ അവിടെ. ഇപ്പം ഫ്രണ്ടിൽ കണ്ടോ? എത്ര നേരം കണ്ട വ്യൂ അല്ല.